ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇത് നമ്മുടെ കറണ്ട് അഫയർ സീരീസിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് കേട്ടോ. ഇനി വരുന്ന PSC എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആര്? ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആര്? ആൻസർ ഏതാണ്? ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ് കേട്ടോ. ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി അല്ലെങ്കിൽ BR ഗവായി എന്നാണ് ചുരുക്കത്തിൽ പറയാ. എന്താണ്? ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. അതപ്പോ BR ഗവായി എന്നാണ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുക. ഫുൾ നെയിം പഠിക്കണം കേട്ടോ. ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. ഇദ്ദേഹം എത്രാമത് ചീഫ് ജസ്റ്റിസ് ആണ്? 52ാമത് ചീഫ് ജസ്റ്റിസ് ആണ് കേട്ടോ. 2025 മെയ് 14 ഇദ്ദേഹം ചുമതലയേറ്റിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹത്തിന് മുൻപുള്ള 51ാമത് ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന കേട്ടോ. 51ാമത് ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന. ഇദ്ദേഹം 2024 നവംബർ 11 മുതൽ 2025 മെയ് 13 വരെയാണ് ഈ ഒരു ചീഫ് ജസ്റ്റിസ് എന്ന പദവി വഹിച്ചത് കേട്ടോ. 2024 നവംബർ 11 മുതൽ 2025 മെയ് 13 വരെയാണ് സഞ്ജീവ് ഖന്ന ചീഫ് ജസ്റ്റിസ് എന്ന പദവി വഹിച്ചത്. 51ാമത് ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന. ഇനി 52ാമത് നമ്മളിപ്പോ പറഞ്ഞു ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് അല്ലെങ്കിൽ BR ഗവായ്. ഇദ്ദേഹം 2025 മെയ് 14 ചുമതലയേറ്റു. അതുപോലെ BR ഗവായ്ക്കുള്ള ഒരു പ്രത്യേകത, KG ബാലകൃഷ്ണന് ശേഷം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന രണ്ടാമത് ദളിത് വിഭാഗത്തിലുള്ള വ്യക്തിയാണ് കേട്ടോ. KG ബാലകൃഷ്ണന് ശേഷം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന രണ്ടാമത്തെ ദളിത് വിഭാഗത്തിലുള്ള വ്യക്തി കൂടിയാണ് ആര്? BR ഗവായ്. ഇദ്ദേഹത്തിന്റെ ജന്മദേശം മഹാരാഷ്ട്രയിലെ അമരാവതിയാണ് കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. 52ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് BR ഗവായ് അല്ലെങ്കിൽ ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2025 പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 151ാമത് സ്ഥാനമാണ് കേട്ടോ ഇന്ത്യക്കുള്ളത്. 2025 പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ, അതായത് മാധ്യമ സ്വതന്ത്ര സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 151ാമത് സ്ഥാനമാണ്. റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് എന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഈ ഒരു സൂചിക പ്രസിദ്ധീകരിക്കുന്നത്. 2024 159ാം സ്ഥാനമായിട്ട് ഇന്ത്യക്ക്. അപ്പൊ കുറച്ചും കൂടി നമ്മുടെ എന്താണ് കുറച്ചുകൂടി നമ്മൾ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. 2024 159ാം സ്ഥാനമായിരുന്നു. 2025 ആയപ്പോഴേക്കും 151ാം സ്ഥാനത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നോർവേ, എസ്റ്റോണിയ, നെതർലാൻഡ് എന്നീ രാജ്യങ്ങളാണ് ആദ്യത്തെ 3 സ്ഥാനങ്ങളും കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇത് 180 രാജ്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻഡെക്സ് ആയിരുന്നു. അപ്പൊ ഇന്ത്യ വെരി ഡേഞ്ചർ എന്ന വിഭാഗത്തിലാണ് ഇപ്പോൾ ഉൾപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. 2025 പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 151 ആണ്. 2024 159 ആയിരുന്നു കേട്ടോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, IPL ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം വൈഭവ് സൂര്യവംശിയാണ് കേട്ടോ. വൈഭവ് സൂര്യവംശിയാണ് IPL ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം വൈഭവ് സൂര്യവംശി. ഇദ്ദേഹത്തിന്റെ പ്രായം 14 വയസ്സും 32 ദിവസവും മാത്രമുള്ളപ്പോഴാണ് ഈ ഒരു റെക്കോർഡ് ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് കേട്ടോ. 14 വയസ്സും 32 ദിവസവും. അപ്പോൾ IPL ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം, അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IPL സെഞ്ചുറി താരം കൂടിയാണ് നമ്മുടെ വൈഭവ് സൂര്യവംശി. ഇദ്ദേഹത്തിന് മുൻപായിട്ട് ഈ ഒരു റെക്കോർഡ് കരസ്ഥമാക്കിയത് മനീഷ് പാണ്ഡെയാണ്. അദ്ദേഹത്തിന് 19 വയസ്സായിരുന്നു കേട്ടോ പ്രായം. അപ്പോ നിലവിലെ IPL ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം, അതുപോലെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ IPL സെഞ്ചുറി ജേതാവും വൈഭവ് സൂര്യവംശിയാണ് കേട്ടോ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, 51ാമത് G7 ഉച്ചകോടിയുടെ വേദി എവിടാണ്? ആൻസർ കാനഡ ആണ് കേട്ടോ. കാനഡയിലാണ് 51ാമത് G7 ഉച്ചകോടി നടക്കുന്നത്. കാനഡയിലെ ആൽബർട്ട് പ്രവിശ്യയിലെ കനാക്സിസ് ആണ് കേട്ടോ വേദി. ആൽബർട്ട് പ്രവിശ്യയിലെ കനാക്സിസ്. എന്നായിരുന്നു നമ്മുടെ 51ാമത് G7 ഉച്ചകോടി നടന്നത്? 2025 ജൂൺ 15 മുതൽ 17 വരെയാണ് കേട്ടോ. 2025 ജൂൺ 15 മുതൽ 17 വരെയാണ് ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നത്. ഇത് ആതിഥേയ രാജ്യം നമ്മൾ പറഞ്ഞു കാനഡയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നോക്കാൻ, 2024 50ാമത് G7 ഉച്ചകോടി എവിടെയായിരുന്നു നടന്നത്? ഇറ്റലിയിലായിരുന്നു കേട്ടോ. അതേതാണ് ഡേറ്റ്? 2024 ജൂൺ 13 മുതൽ 15. 2024 ജൂൺ 13 മുതൽ 15 വരെയായിരുന്നു 50ാമത്തെ ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നത്. G7 ഉച്ചകോടി നടന്നത് ഇറ്റലിയിലായിരുന്നു. പിന്നെ വേദി. ഇനി അടുത്ത വർഷം 2026 നടക്കാനിരിക്കുന്ന 52ാമത് G7 ഉച്ചകോടിയുടെ വേദി ജപ്പാനാണ് കേട്ടോ. 2026 നടക്കാനിരിക്കുന്നത് ജപ്പാനാണ് വേദി. ഇനി 2027 53ാമത് G7 ഉച്ചകോടി നടക്കുന്നത് ഫ്രാൻസിലാണ്.
അപ്പോ ഒന്നുകൂടി പറയാം, 50ാമത് G7 ഉച്ചകോടി 2024 നടന്നത്, ഇറ്റലിയിൽ വെച്ചിട്ടായിരുന്നു. 2025 നടക്കാനിരിക്കുന്ന 51ാമത് G7 ഉച്ചകോടി നടന്നത് കാനഡയിലാണ്. അതുപോലെ 2026 നടക്കാനിരിക്കുന്നത് ജപ്പാനിലാണ്. അതുപോലെ 2027 ഫ്രാൻസ് ആണ് രാജ്യം. 5ാമത്തെ ക്വസ്റ്റ്യൻ, എത്രാമത്തെ മാർപ്പാപ്പയാണ് ലിയോ 14? ലിയോ 14 എത്രാമത്തെ മാർപ്പാപ്പയാണ്? ആൻസർ 267ാമത്തെ മാർപ്പാപ്പയാണ് കേട്ടോ. എന്താണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് ആണ് കേട്ടോ. റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ്. എന്നാണ് ഇദ്ദേഹം ഈ ഒരു സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? 2025 മെയ് 8-നാണ് കേട്ടോ. 2025 മെയ് 8-നാണ് പോപ്പ് ലിയോ 14 മാർപ്പാപ്പ ഈ ഒരു സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് കേട്ടോ. ഇദ്ദേഹം ജനിച്ചത് അമേരിക്കയിലാണ്. ഒരു പ്രത്യേകത കൂടെ ഉണ്ട്, അമേരിക്കയിൽ ജനിച്ച ആദ്യത്തെ മാർപ്പാപ്പയാണ് ലിയോ 14. ഇതിനു മുൻപുള്ള മാർപ്പാപ്പയുടെ യഥാർത്ഥ പേരെന്താണ്? ജോർജ് മാരിയോ ബെർഗോളിയോ എന്നാണ് കേട്ടോ. ജോർജ് മാരിയോ ബെർഗോളിയോ. 6ാമത്തെ ക്വസ്റ്റ്യൻ, നിലവിലെ ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണെന്നാണ് കേട്ടോ. 93 93 റംസാർ സൈറ്റുകളാണ് ഇപ്പൊ നിലവിൽ ഇന്ത്യയിലുള്ളത്. ഇപ്പൊ 2025 സെപ്റ്റംബറിൽ പുതിയതായിട്ട് രണ്ട് റംസാർ സൈറ്റുകളോട് ആഡ് ചെയ്തപ്പോഴാണ് 93 ആയിട്ടുള്ളത്. ആദ്യം 91 ആയിരുന്നു കേട്ടോ. ഏതൊക്കെയാണ് ആഡ് ചെയ്തത് നോക്കാം. ബീഹാറിലെ ഏതാണ്? ഗോകുൽ ജലാശയം. ബീഹാറിലെ ഗോകുൽ ജലാശയം ഉദയ്പൂർ തീനുമാണ് കേട്ടോ. ഗോകുൽ ജലാശയം ഉദയ്പൂർ തീനുമാണ് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിലവിൽ 93 റംസാർ സൈറ്റുകളാണ് ഇന്ത്യയിലുള്ളത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 2025 IPL എമേർജിംഗ് പ്ലെയർ ആരെ? 2025 IPL എമേർജിംഗ് പ്ലെയർ ആയിട്ട് തെരഞ്ഞെടുത്തത് സായ് സുദർശനെയാണ് കേട്ടോ. സായ് സുദർശൻ. ഗുജറാത്ത് ടൈറ്റൻസിനെ പ്രതിനിധീകരിച്ചാണ് ഇദ്ദേഹം ഈ ഒരു അംഗീകാരം നേടിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഓറഞ്ച് ക്യാപ്പും നേടിയിട്ടുണ്ടായിരുന്നു. 2024 IPL എമേർജിംഗ് പ്ലെയർ ആയിട്ട് തെരഞ്ഞെടുത്തത് നിതീഷ് കുമാർ റെഡ്ഡിയാണ്. 2025 സായ് സുദർശനുമാണ് കേട്ടോ. എന്താ സായ് സുദർശൻ ഗുജറാത്ത് ടൈറ്റൻസിനെയാണ് പ്രതിനിധീകരിച്ചാണ് ഇദ്ദേഹത്തിന് ഈ ഒരു അംഗീകാരം നേടിയിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര ആണ് കേട്ടോ. ഏകദേശം 18,462 കിലോമീറ്റർ നീളമുള്ള ദേശീയപാത ശൃംഖലയാണ് ഇവിടെ ഉള്ളത്? മഹാരാഷ്ട്രയിലുള്ളത് കേട്ടോ. രണ്ടാമതായിട്ട് ഉത്തർപ്രദേശാണ്, മൂന്നാമത് രാജസ്ഥാനുമാണ് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്നത് മഹാരാഷ്ട്രയിലൂടെയാണ്, രണ്ടാമത് ഉത്തർപ്രദേശാണ്, മൂന്നാമത് രാജസ്ഥാൻ. അതുപോലെ തന്നെ എന്താണ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44 ആണ്. ശ്രീനഗറിനെയും കന്യാകുമാരിയായിട്ട് ആണ് ബന്ധിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44 ആണ് കേട്ടോ. എന്തിനാണ്? ശ്രീനഗറിനെയും കന്യാകുമാരിയാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് ഇതുമായിട്ട് പഠിക്കാനുള്ളത്, ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം സിക്കിമാണ് കേട്ടോ. സിക്കിം സംസ്ഥാനത്തുകൂടെയാണ് ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്നത്. സിക്കിമിലെ ദേശീയപാത ശൃംഖലയുടെ ആകെ നീളത്തിലാണ് 377 കിലോമീറ്റർ ആണ്. 377 കിലോമീറ്റർ. അപ്പൊ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര, ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്നത് സിക്കിം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കുന്നതിനോടൊപ്പം തന്നെ അതിന് കൂടെ പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൂടി നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണം കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.